കേക്ക് യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഫണ്ണി റീസൺസ് കൊണ്ടാണ് ആളുകൾ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ളത്. കേക്ക് യുദ്ധം എന്തായിരുന്നു? മെക്സിക്കോയിൽ അവിടുത്തെ ആളുകൾ ഗവൺമെൻറ്റിനെതിരെ കലാപം ഉയർത്തി. ഈ പ്രാദേശിക കലാപത്തിനിടയിൽ ഒരു ഫ്രഞ്ച് ബേക്കറി, വളരെ ചെറിയ കൂര പോലത്തെ ഒരു ബേക്കറി ആയിരുന്നു, അത് കലാപകാരികൾ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ബേക്കറി ഉടമ മെക്സിക്കൻ ഗവൺമെൻറ്റിന് നിവേദനം നൽകുന്നു. തൻ്റെ നഷ്ടപ്പെട്ട ബേക്കറി ഷോപ്പ് വീണ്ടും നിർമ്മിക്കുവാനായിട്ട് പണം നൽകണം, നഷ്ടപരിഹാരം നൽകണം. മെക്സിക്കൻ ഗവൺമെൻറ് അത് നിരസിച്ചു. ഇയാൾ ഫ്രഞ്ചുകാരനാണല്ലോ, ഇയാൾ ഫ്രാൻസിലെ ലൂയി ഫിലിപ്പ് രാജാവിന് നിവേദനം നൽകുന്നു. ലൂയി ഫിലിപ്പ് രാജാവ് മെക്സിക്കോയെ ആക്രമിക്കാൻ കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. കൃത്യമായി കപ്പമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്കെതിരെ എപ്പോഴെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയായിരുന്ന ആ മനുഷ്യൻ ഇത് നല്ല അവസരമായിട്ട് കണ്ടു. അയാൾ മെക്സിക്കോയെ ആക്രമിക്കാൻ തുടങ്ങി. ആക്രമണത്തിന് ശേഷം നിരുപാധികം കീഴടങ്ങേണ്ടി വന്നു മെക്സിക്കോക്കാർക്ക്. കീഴടങ്ങുന്നതിൻ്റെ ഒരു വ്യവസ്ഥ, അവർ 6 ലക്ഷം പേസോസ്, അന്നത്തെ കാലത്ത് ഒരു വലിയൊരു തുകയാണ്, അത് ഈ ബേക്കറി കട ഉടമയ്ക്ക് നൽകണം. അത് നൽകിക്കൊണ്ട് സെറ്റിൽഡായി അങ്ങനെ ഒരു കേക്ക് യുദ്ധം